9th class English 3rd lesson Nothing Twice. അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം. ലെറ്റ് us rewind and rejoice. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ലൈൻ നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്? ഒന്നും ഒരിക്കലും 2 തവണ സംഭവിക്കുന്നില്ല എന്ന വരിയുടെ പ്രാധാന്യം എന്താണ്? ആൻസർ പറയുന്നത്, the significance of this line is every moment and experience in life is unique. ഈ വരിയുടെ പ്രാധാന്യം എന്തെന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ അനുഭവവും അതുല്യമാണ്, യുണീക്കാണ്. So trying to enjoy every moment as it will never come back in our life. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് കഴിഞ്ഞു പോയാൽ പിന്നീട് ഒരിക്കലും അത് തിരിച്ചെടുക്കാനായിട്ട് പറ്റില്ല, തിരിച്ച് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ വേർഡ് കോഴ്സ് റിഫർ ടു ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ? രണ്ടാം സ്റ്റാൻസയിൽ കോഴ്സ് എന്ന പദം എന്താണ് സൂചിപ്പിക്കുന്നത്? ആൻസർ പറയുന്നത്, ദ വേർഡ് കോഴ്സ് റെഫേഴ്സ് ടു എ പേഴ്സൺസ് ലൈഫ്. കോഴ്സ് എന്ന വാക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ വേർഡ് ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്? ഈ കോഴ്സ് ഒരു തവണ മാത്രമേ നൽകൂ എന്ന വാക്കുകൊണ്ട് കവി എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ പറയുന്നത്, ദ പോയറ്റ് മീൻസ് ദാറ്റ് വി ഹാവ് ഓൺലി വൺ ചാൻസ് ടു ലിവ് അവർ ലൈഫ്സ്. കവി അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ ഒരേ ഒരു അവസരമേ ഉള്ളൂ. There are no second chance. രണ്ടാമതൊരു അവസരമില്ല, ചാൻസ് ഇല്ല. Each moment that passes is gone forever. കടന്നു പോകുന്ന ഓരോ നിമിഷവും എന്നേക്കുമായി ഇല്ലാതെയാകുന്നു. മറ്റൊരു ചാൻസ് നമുക്ക് ജീവിതത്തിൽ വീണ്ടെടുക്കാനായിട്ട് കിട്ടില്ല. Then fourth question, how does the poem reveal the uniqueness of each day? കവിത ഓരോ ദിവസത്തെയും പ്രത്യേകത വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ആൻസർ പറയുന്നത്, ഇൻ ദ പോയം ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ, വിച്ച് മീൻസ് ഈച്ച് ഡേ ഹാസ് ഡിഫറെൻറ്റ് ഇമോഷൻസ് ആൻഡ് എക്സ്പീരിയൻസ്. കവിതയിൽ ഓരോ ദിവസവും ഇന്നലെയുടെ പകർപ്പുകളല്ല എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ദിവസവും വ്യത്യസ്തമായ വികാരങ്ങളും അനുഭവങ്ങളുമാണ് ഉണ്ടായിരിക്കുക. ഓരോ ദിവസവും മറ്റൊന്നിൻ്റെ പകർപ്പുകളല്ല, ഒരേ രീതിയിലല്ല സംഭവിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഡസ് ദ പോയറ്റ് ഫീൽ ദാറ്റ് എ റോസ് ഹാസ് ബീൻ ഫ്ലങ് ഇൻ ടു ദ റൂം? എപ്പോഴാണ് കവിക്ക് ഒരു റോസ് പൂ മുറിയിലേക്ക് എറിയപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്, തോന്നുന്നത്? ആൻസർ, every time someone accidentally mentions the name of a beloved, the poet feels as if a rose has been thrown into the room. ആകസ്മികമായി ആരെങ്കിലും പേര് പറയുമ്പോൾ കവിക്ക് ഒരു റോസ് പൂ മുറിയിലേക്ക് എറിയുന്നതായിട്ട് അനുഭവപ്പെടുന്നു, തോന്നുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ, why can't the poet help looking at the clock? ക്ലോക്കിലേക്ക് നോക്കാതിരിക്കാൻ കവിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ആൻസർ, even when he is still with his beloved one, the speaker can't help but looking at the clock because he is aware of the transience of his emotions and how quickly time passes. അവൻ തൻ്റെ പ്രിയപ്പെട്ടവളോടും ആയിരിക്കുമ്പോൾ പോലും കവിക്ക് ക്ലോക്കിലേക്ക് നോക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തെക്കുറിച്ചും ക്ഷണികമായ വികാരങ്ങളെക്കുറിച്ചും അയാൾക്ക് നല്ല ബോധ്യമുണ്ട്, നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അയാൾക്ക് ക്ലോക്കിലേക്ക് നോക്കാതിരിക്കാൻ കഴിയില്ല. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയറ്റ് ആസ്ക് us not to treat the fleeting day with fear and sorrow? ക്ഷണികമായ ദിവസത്തെ ദുഃഖത്തോടെയും ഭയത്തോടെയും കാണരുതെന്ന് കവി നമ്മോട് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ, he asked us not to treat the fleeting day with fear and sorrow. ക്ഷണികമായ ദിവസത്തെ ഭയത്തോടെയും ദുഃഖത്തോടെയും കൈകാര്യം ചെയ്യരുതെന്ന്, കാണരുതെന്ന് കവി നമ്മോട് ആവശ്യപ്പെടുന്നു. ബിക്കോസ് ടൈം പാസസ് നാച്ചുറലി. കാരണം സമയം സ്വാഭാവികമായി കടന്നു പോകുന്നതാണ്. ടൈം ഈസ് ഇംപെർമനന്റ്. സോ വി ഷുഡ് എൻജോയ് ഈച്ച് മൊമെന്റ് ആൻഡ് എംബ്രൈസ് ഇറ്റ്.
സമയം ഒരിക്കലും ശാശ്വതമല്ല, സ്ഥിരമല്ല. അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെയും ദുഃഖത്തോടെയും ഭയത്തോടെയും കൈകാര്യം ചെയ്യരുത്. ജീവിതത്തിലുണ്ടാകുന്ന ഓരോ നിമിഷവും ഉൾക്കൊള്ളുകയും അത് ആസ്വദിക്കുകയുമാണ് വേണ്ടത്. 8ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ലൈൻ ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ ടെൽ us about the nature of time? ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ എന്ന വരി സമയത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എന്താണ് നമ്മളോട് പറയുന്നത്? ആൻസർ പറയുന്നത്, ദിസ് ലൈൻ ടെൽ us that time is passing by at an accelerating rate and every instant is ordered to the past. Thus we ought to serve and value each moment as it is. വളരെ വേഗത്തിൽ സമയം കടന്നു പോകുന്നുവെന്നും ഓരോ നിമിഷവും ഭൂതകാലത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്നും ഈ വരി നമ്മോട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നാം ആസ്വദിക്കുകയും അതിനെ വിലമതിക്കുകയും വേണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ പോയറ്റ് എസ്റ്റാബ്ലിഷ് ദ യുണീക്നെസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ? കവി എങ്ങനെയാണ് ഓരോ വ്യക്തിയുടെയും പ്രത്യേകത സ്ഥാപിക്കുന്നത്? Answer, the poet establishes each individual's uniqueness by comparing them to drops of water. കവി ഓരോ വ്യക്തിയുടെയും പ്രത്യേകത സ്ഥാപിക്കുന്നത് അവരെ വെള്ളത്തുള്ളികളോട് ഉപമിച്ചുകൊണ്ടാണ്. Like 2 drops of water are never preciously the same. Even if they coexist peacefully, people are unique even though they may seem similar. 2 വെള്ളത്തുള്ളികൾ ഒരിക്കലും ഒരേപോലെയല്ല. അവ സമാധാനപരമായി സഹവസിച്ചാൽ പോലും. അതുപോലെ തന്നെയാണ് മനുഷ്യരും. ഒരേപോലെ തോന്നുന്നെങ്കിലും മനുഷ്യർ അതുല്യരാണ്, വ്യത്യസ്തരാണ്. അവർ 2 വെള്ളത്തുള്ളികൾ തീർത്തും വ്യത്യസ്തമാണ്. ബട്ട് അത് ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അത് ഒരേ രൂപത്തിലാണ് നമുക്ക് അനുഭവപ്പെടുക. അതുപോലെ തന്നെയാണ് മനുഷ്യരും എന്നാണ് പറയുന്നത്. ലെറ്റ് us appreciate എന്ന ഹെഡ്ലൈന് താഴെയുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഈസ് ദ ടൈം പോർട്രൈഡ് ഇൻ ദ പോം? കവിതയിൽ എങ്ങനെയാണ് സമയത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്? ആൻസർ പറയുന്നത്, ടൈം ഈസ് ഷോൺ ആസ് എ കണ്ടിന്യൂസ് ആൻഡ് ഫോർവേഡ് മൂവിങ്. സമയം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. The line, nothing can ever happen twice in the poem emphasize the irreversibility of time by implying that every moment is distinct and never repeats itself. കവിതയിൽ ഒരു വരിയുണ്ട് അല്ലെ, ഒന്നും ഒരിക്കലും 2 തവണ സംഭവിക്കില്ല എന്ന വരി. ഈ വരി സൂചിപ്പിക്കുന്നത് ഓരോ നിമിഷവും വ്യത്യസ്തമാണെന്നും അതൊരിക്കലും ആവർത്തിക്കപ്പെടുന്നില്ലെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഈ രൂപത്തിലൊക്കെയാണ് കവിതയിൽ സമയത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഫീലിംഗ് ഡസ് ദ മെൻഷൻ ഓഫ് യുവർ നെയിം എവോക്ക്? കവിതയിൽ പറയുന്ന യുവർ നെയിം, ഈ പ്രയോഗം എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാക്കുന്നത്, എന്ത് വികാരമാണ് ഉണ്ടാക്കുന്നത്? ആൻസർ പറയുന്നത്, ദ യൂസ് ഓഫ് യുവർ നെയിം സജസ്റ്റ് ദ ഇൻറ്റിമസി ഓഫ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്. അല്ലേ, യുവർ നെയിം എന്ന ഉപയോഗം ഒരു ബന്ധത്തെയാണ്, അടുത്ത ബന്ധുക്കളുടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു റിലേഷൻ, ഒരു ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ക്ലോക്ക് സിംബലൈസ്? ക്ലോക്ക് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ആൻസർ, ദ ക്ലോക്ക് represents the transitory passage of time, acting as a reminder that we must make the most of the present moment. പറയുന്നത് ക്ലോക്ക് സമയത്തിൻ്റെ ഗതിയെ, അല്ലേ, പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ഷണികമായ ഗതിയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷത്തെയും നാം പ്രയോജനപ്പെടുത്തേണ്ടതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ക്ലോക്ക് എന്ന് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോം വ്യൂ ഹ്യൂമൻ റിലേഷൻഷിപ്പ്? മനുഷ്യബന്ധങ്ങളെ എങ്ങനെയാണ് കവിത കാണുന്നത്? The poem makes decision that as a human relationship are fleeting, they should be treasured and treated with respect. മനുഷ്യബന്ധങ്ങളെ വളരെ ബഹുമാനത്തോടുകൂടെയും അതുപോലെ വളരെ നിധി പോലെയും കാത്തു സൂക്ഷിക്കുകയും പരിഗണിക്കുകയും ചെയ്യണമെന്ന നിർദ്ദേശമാണ് കവിത മുന്നോട്ട് വെക്കുന്നത്.
It highlights how time waits for no one and how important it is to cherish the people in our lives while we have the chance. അതുപോലെ സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുകയില്ലെന്നും നമ്മുടെ ജീവിതത്തിൽ ആളുകളെ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ വിലമതിക്കുന്നത് എത്രത്തോളം പ്രധാനമാണെന്നും കവിത കാണിക്കുന്നുണ്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ട്യൂൺ ഓഫ് ദ പോയം ആൻഡ് ഹൗ ഡസ് ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ തീം? ഈ കവിതയുടെ ട്യൂൺ എന്താണ്? അത് കവിതയുടെ ആശയവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ പറയുന്നത്, ദ ട്യൂൺ ഓഫ് ദ പോം ഈസ് റിഫ്ലക്റ്റീവ് ആൻഡ് കണ്ടംപ്ലേറ്റീവ്. കവിതയുടെ ട്യൂൺ എന്ന് പറയുന്നത് വളരെ ചിന്തനീയമായിട്ടുള്ള ഒന്നാണ്. The poem's premise challenges to us live in the present and its tune encourages us to enjoy the current moment and reflect on ours. കവിതയുടെ തീം പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ നിമിഷങ്ങളിൽ ജീവിക്കാനാണ്. മാത്രമല്ല കവിതയുടെ ട്യൂൺ പറയുന്നതും ഇത് തന്നെയാണ്. നിലവിലെ നിമിഷങ്ങളെ ആസ്വദിക്കാനും പരിഗണിക്കാനുമാണ് കവിത ഇതിലെ തീമൊക്കെ പറയുന്നത്. ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആറാമത്തെ ക്വസ്റ്റ്യൻ. ദ പോം എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എൻജോയിങ് എവരി മൊമെന്റ് ഇൻ ലൈഫ്. ഡു യു അഗ്രി? ഡിസ്കസ്. ജീവിതത്തിൽ ഓരോ നിമിഷവും ആസ്വദിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ കവിത ഊന്നി പറയുന്നുണ്ട്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ആൻസർ പറയുന്നത് യെസ്, അതെ. വി ഷുഡ് ലിവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ് ടു ദ ഫുള്ളസ്റ്റ് ആസ് ദ പോം സജസ്റ്റ്. കവിത സൂചിപ്പിക്കുന്നത് പോലെ നാം വർത്തമാന നിമിഷങ്ങളിൽ പൂർണ്ണമായി ജീവിക്കണം എന്ന് തന്നെയാണ്. ദ ജോയ്സ് ഓഫ് ദ നൗ ആർ സ്ക്വാൻഡേർഡ് വെൻ വൺ ഡ്വെൽസ് ഓൺ ദ പാസ്റ്റ് ഓർ വറീസ് അബൌട്ട് ദ ഫ്യൂച്ചർ. ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ കഴിഞ്ഞുപോയതിനെക്കുറിച്ചോ ചിന്തിക്കാതിരിക്കുക. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കേണ്ട നിമിഷങ്ങളെല്ലാം ഇല്ലാതെയാകും. അതുകൊണ്ട് അതൊന്നും ചിന്തിക്കാതെ വർത്തമാന നിമിഷങ്ങളിൽ പൂർണ്ണമായും ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്.